ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആഴിമല മഹാദേവ ക്ഷേത്രത്തിലാണ്. ഈ ആഴിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് 20 കിലോമീറ്റർ ദൂരെയുള്ള വിഴിഞ്ഞം പുളിങ്കുടി ഭാഗത്താണ് ഈ ആഴിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ശിവൻ്റെ ഏറ്റവും വലിയ പ്രതിമയാണ്. ശിവൻ്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള ഈ പ്രതിമ 18 മീറ്റർ ഉയരത്തിലുള്ള ഒരു പ്രതിമയാണ്. ഇതാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ ആകർഷണം. നമുക്കിവിടെ ചുറ്റി നടന്ന് കാണാം ഈ ക്ഷേത്രവും ക്ഷേത്രകലകളും മറ്റും കടലും എല്ലാം. നമുക്ക് ഈ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിൽ നോക്കിയാൽ തന്നെ കാണാൻ കഴിയുന്ന ഭാഗമാണ് കേട്ടോ. ആ നേരെ കാണുന്നതാണ് വിഴിഞ്ഞം ഹാർബർ. ഇവിടെ കുറച്ച് യൂറോപ്യൻസ് യോഗ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല പാറക്കെട്ടും വളരെ മനോഹരം, നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ. ശരിക്കും പറഞ്ഞാൽ രാവിലെ പോയപ്പോൾ നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ് ആഴിമല മഹാദേവ ക്ഷേത്രം. എന്തുകൊണ്ടും നല്ലൊരു സ്ഥലം. കാരണം ആ കടലും ഈ കടലിൻ്റെ കരയിലായിട്ടാണ് ഈ ആഴിമല മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള പാറക്കെട്ടും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും കേട്ടോ. അത് വളരെ മനോഹരമല്ലേ ഈ വീഡിയോ തന്നെ. ഈ ആഴിമല മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ശില്പമാണിത്. ശിവൻ്റെ ഏറ്റവും വലിയൊരു പ്രതിമയാണ്. അത് കാണുമ്പോൾ നേരിൽ കാണുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് വളരെ മനോഹരമാണ് ആ ശിവൻ്റെ പ്രതിമ. ഒന്ന് കണ്ടു നോക്കണം. ഇവിടെ നിന്ന് ബസ് സൗകര്യം ഉണ്ട് കേട്ടോ. ബസ് സൗകര്യം ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഈ ആഴിമല ശിവക്ഷേത്രത്തിലേക്ക് ബസ്സുണ്ട്. ആ ബസ്സാണിത് അവിടെ കിടക്കുന്നത്. ഞങ്ങളുടെ കോവിലിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോഴാണ് ആ ബസ് അവിടെ കിടക്കുന്നത് കണ്ടത്. ഇത് കോവിലിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ, ഫ്രണ്ട് വ്യൂ ആണ്. ഇതുവഴിയാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. രണ്ട് എൻട്രൻസ് ഉണ്ട്. രണ്ട് എൻട്രൻസിൽ കൂടെ നമുക്ക് അകത്ത് കയറാൻ പറ്റും. ഇനി നമ്മൾ താഴോട്ട് പോവുകയാണ്. താഴെ വീണ്ടും വേറെ ഇതൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. നമ്മൾ അവിടെ നിന്ന് താഴേക്ക് നടന്നു വരുമ്പോൾ കാണുന്നത് നാഗർ അങ്ങനെയുള്ള ഉപദേവതകളുടെ പ്രതിഷ്ഠയാണ്. അവിടെ ആ ഒരു ആൽമരത്തിൽ തന്നെ തൊട്ടിലുകളെല്ലാം തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇതെല്ലാം നേർച്ചയാണ്. ഓരോരുത്തരും നേർച്ചയായി സമർപ്പിക്കുന്ന വസ്തുവാണ് ആ തൊട്ടിൽ. അതും അവിടെ കാണാൻ പറ്റും. ഞാൻ അതിനകത്തേക്ക് കയറി. അതിനകത്ത് കണ്ട തൊട്ടിലുകൾ ഒരുപാട് തൊട്ടിലുകൾ തൂക്കിയിട്ടിരിക്കുകയാണ്. ഞാനപ്പോൾ അതിനകത്താണ് നിൽക്കുന്നത്. ആ ഉപപ്രതിഷ്ഠയിലെടുത്ത് പ്രതിഷ്ഠയെന്ന് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി ഞങ്ങൾ നടന്നു പോകുന്ന പാർക്കിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. ഇത് പാർക്കിംഗ് ഫീ ഉണ്ട്. പാർക്കിംഗ് ഫീ 20 രൂപയാണ് ഞങ്ങളുടെ കാർ അവിടെ വന്നപ്പോൾ വാങ്ങിയത്. ആ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് നടന്നിറങ്ങുമ്പോൾ തന്നെ ബസ്സൊക്കെ കിടപ്പുണ്ട്, കാണാൻ പറ്റും. നമ്മൾ നടന്നു പോകുന്ന റൈറ്റ് വശത്ത് തന്നെ ചായ, വട, ദോശ, മസാല ദോശ അങ്ങനെ കുറേ സ്നാക്സ് ഐറ്റംസൊക്കെ കിട്ടുന്നൊരു ഷോപ്പുണ്ട്. അത് കാണുമ്പോൾ സൈഡിൽ തന്നെയാണ് ഉള്ളത്. അവിടെ എൻ്റെ റേറ്റും ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഐ ലവ് ആഴിമല എന്നൊരു ബോർഡും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആ കോവിലിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് കേട്ടോ ഇത് കാണുന്നത്, ഐ ലവ് ആഴിമല. പിന്നെ അവിടെ 3 പേര് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് മണ്ണിൽ. രാത്രിയുടെ കാവൽക്കാർ കണ്ടോ. രാത്രിയുടെ കാവൽക്കാരെല്ലാം പകൽ കിടന്ന് ഉറങ്ങുകയാണ്. ഞങ്ങളിവിടെ വന്നത് രാവിലെ 6 മണിയായി ഇവിടെ എത്തിയപ്പോഴത്തേക്ക്. ഇവിടെ മറ്റേതുപോലെ തന്നെ അത്യാവശ്യം സ്നാക്സും വള, മാല, കമ്മൽ അങ്ങനെ കിട്ടുന്ന കുറച്ച് ഷോപ്പും ഇവിടെ ഉണ്ട്. അത് അവിടെ നിന്ന് അറിയാൻ പറ്റും. ഇത് താഴെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ കണ്ട ഒരു വ്യൂ ആണ്. പാറയും വെള്ളക്കെട്ടും. എനിക്ക് തോന്നുന്നു ഈ കടലിലെ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് ഈ ഭാഗത്തെന്നാണ് തോന്നുന്നത്. കാരണം ഇതൊരു അപകടകരമായ ഒരു കടലെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായിരിക്കാം. പാറക്കെട്ടുകളും ശരിക്കും പാറക്കെട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു രസകരമായൊരു വ്യൂ ആണ് അവിടെ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ലൊരു വൈബ് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് തിരക്ക് കുറവായിരുന്നു രാവിലെ ആയതുകൊണ്ട്. അതിനുശേഷം തിരക്ക് കൂടുമെന്നാണ് അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പിന്നെ കടലിലെ ആളുകൾ കുളിക്കുന്നവരുണ്ട്, കുളിക്കുന്നതല്ല അവിടെ യോഗ ചെയ്യുന്നതും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. കണ്ടോ. പിന്നെ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് 2 ചായ കുടിക്കാമെന്ന് വെച്ചു. ആ ലഘുഭക്ഷണശാലയിൽ നിന്ന് 2 ചായ വാങ്ങി. ഇത് നമ്മൾ ആ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ വ്യൂ ആണ് കേട്ടോ ആ പാറയിൽ. കാരണം എൻ്റെ ഫോണിന് സ്റ്റെബിലൈസേഷൻ കുറവാണ്, വീഡിയോ സ്റ്റെബിലൈസേഷൻ. അതുകൊണ്ടാണ് ആ വീഡിയോയ്ക്കൊരു ചാട്ടം വരുന്നത്. ആ പാറയുടെ മുകളിലൂടെ നടന്ന് കടൽ തീരത്തേക്ക് വന്നുകൊണ്ട് വരിക ഞങ്ങൾ.
ശരിക്കും നല്ല വലിയ പാറക്കെട്ടുകൾ തന്നെയാണ്. ഇത് നമ്മൾ മുകളിൽ നിന്ന് നേരത്തെ നോക്കിയപ്പോൾ പറഞ്ഞല്ലോ, ആ ഒരു പ്ലേസാണ് കേട്ടോ. ആ വെള്ളം കെട്ടി കിടക്കുന്നതും എല്ലാം. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് കടലിൻ്റെ ഇടം വരെ ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് കരുതി ഞങ്ങളും കടലിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും വിഴിഞ്ഞം ഹാർബർ, വിഴിഞ്ഞം തുറമുഖം. ഇതിന് നമ്മൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ ഞാൻ ആ കാണിച്ചല്ലോ, അത് അവിടെയാണ് വിഴിഞ്ഞം ഹാർബർ വരുന്നത്. വിഴിഞ്ഞം ഹാർബറും അതിൻ്റെ ഒരു പാറക്കെട്ട്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കോവിലിൻ്റെ വ്യൂ ആണ് കേട്ടോ. ആഴിമല മഹാദേവ ക്ഷേത്രത്തിൻ്റെ വ്യൂ ആണ് കാണുന്നത്. ഈ കടലിലിറങ്ങി നിൽക്കും, കടലിലിറങ്ങി നോക്കുമ്പോൾ ഉള്ള പിന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഈ കടലിലിറങ്ങി കുളിക്കാനോ ഒന്നും പാടില്ല, കടൽ അപകടകര ഏരിയ ആണെന്ന് പറഞ്ഞാണ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത്. എന്തായാലും ഇനി തിരിച്ച് മുകളിലേക്ക് നടന്ന് കയറാം. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറി, രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക്. അവിടെ നോക്കുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട യോഗ പഠിക്കുന്നുണ്ട് യൂറോപ്യൻസ്, കുറച്ച് യോഗ ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അവിടെയും നല്ല ആ പാറക്കൂട്ടവും. എന്തായാലും എന്തുകൊണ്ടും വളരെ മനോഹരമായൊരു സ്ഥലമാണ് ആഴിമല മഹാദേവ ക്ഷേത്രം. ശരിക്കും ഇത് കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ ഈ ആഴിമല മഹാദേവ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.